അയ്യോ ഞാനേട്ടാ ഒന്ന് ഇരിക്കാൻ തന്നെ ഇരിക്കാൻ കൂടല്ലേ വല്ലതും അറിഞ്ഞ നാളത്തെ ഉദ്ഘാടനം സണ്ണി വെയിൻ വരുന്നില്ല. സണ്ണി വെയിൻ അല്ലാന്നേ, സണ്ണി ലിയോൺ. അതെ സണ്ണിതേക്ക് വരൂല്ലോ. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. തുടക്കം മുതലേ ഞാൻ പറഞ്ഞതാ. അപ്പൊ എല്ലാം ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പം സണ്ണി ലിയോണും വരൂല ആരും. എനിക്ക് വയ്യ. ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ചുമ്മാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ ആരാന്ന് വെച്ചാൽ വിളിക്ക്. റേഞ്ചില്ല. വിളിക്ക്. അതെ, എനിക്കിപ്പോ അതല്ല പേടി. ഉദ്ഘാടനം നടത്താന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു എന്നും പറഞ്ഞ അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന എന്റെ പേടി. കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നും ശരിയാക്കും. അല്ല ഇനി എന്താ പരിപാടി? എന്താണ്? ചീറ്റിപ്പോയ ഉദ്ഘാടനത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് വെച്ചിട്ടേ എനിക്ക് ഉറക്കം വരുള്ളൂ. അതിനപ്പുറത്തൊരാളെ കൊണ്ടതല്ലോ. ദേ എന്റെ വായിക്കത്തൊന്നും കേൾക്കരുതേ. ഇവിടെ സണ്ണി ലിയോണിനെ വരുന്നില്ല, പിന്നെയാണ് എന്റെ അപ്പുറത്തുള്ള ആള്. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ കാണുന്നുള്ളൂ. നമുക്ക് ഈ നാട്ടിലുള്ള ആരെങ്കിലും ആലോചിച്ചാലോ? ഈ നാട്ടിലുള്ള ആര്? ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും സിനിമാ താരമാകുമ്പോ പരിപാടി ഗംഭീരവും. ആരുണ്ട്? അതിനിപ്പോ വിളിച്ചിട്ട് നോക്കണം. ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിൽ നിനക്ക് എന്നെ കുഴപ്പം. നീയല്ലേ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നേ. കണ്ട ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കേ. ഇതിനും ഭേദം ആ പ്രതിപക്ഷം തന്നെ. ഒന്നും അല്ലെങ്കിൽ അവർ ഒറ്റക്കെട്ടാണ്. അതിപ്പോ ഇനിയിപ്പോ നമ്മളെ തകർക്കുന്ന കാര്യത്തിനാണെങ്കിലും. നേതാവില്ലായിരുന്നെങ്കിൽ പണ്ടേ നമ്മുടെ പാർട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോയേനെ. ഉദ്ഘാടന പരിപാടി പൊളിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴാ സത്യത്തിൽ എനിക്ക് മനസ്സമാധാനമായത്. അല്ലെങ്കിൽ ഇനി അവര് വേറെ വല്ല നടീനടന്മാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലോ? അച്ഛാ സണ്ണി ലിയോൺ വരില്ലെന്ന്. അല്ല, ഈ സണ്ണി ലിയോണിനെ മാത്രം കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത്ര നിർബന്ധം? ഇവിടെ സണ്ണി ലിയോണിനെ കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടികളെ കൊണ്ടുവരാൻ നോക്ക്. അല്ല, അനുരാധയോ അനുശ്രീയോ സിൽക്ക് സിനിമയോ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ നോക്ക്. എന്റെ അച്ഛ എന്തായാലും പോയവര് പോയി. ഇനി ആ വിജയ് സേതുപതിനെ വിളിക്കാൻ നോക്ക്. ഒന്നാമത് 96 കേരളത്തിൽ ഹിറ്റ് ആയിട്ടിരിക്കുന്നോണ്ട് പുള്ളി വിളിച്ചെങ്കിൽ പോരും. ഒപ്പം എനിക്കൊരു ടിക്ടോക്കും ചെയ്യാം. അച്ഛൻ വിളിച്ച എന്തായാലും വരും. പിന്നെ അതൊരു നല്ല ഐഡിയ ആണ്. നല്ല ഐഡിയ. ഇയാൾ എന്ന് വേണം സേതു ദളപതി ഇവിടെ വിളിച്ചോണ്ട് വന്നത്. സേതുപതി അയാളെ കൊണ്ടുവന്ന് ഇവിടുന്ന് തേങ്ങ അടിക്കാനാ. യമുന നല്ല വിടുപ്പുണ്ടായിരുന്നെങ്കിലേ അപ്പുറത്തെ ഗോപിയുടെ മോനെ വിളിച്ചോണ്ട് വന്ന് ഇവിടുത്തെ തേങ്ങ അടിക്കായിരുന്നു. എന്നിട്ടാ പിന്നെ ഇയാളെ പോയി സേതു ദളപതിനെ കൊണ്ടുവരാൻ നോക്കുന്നത്. ചൂടുവെള്ളം ശരിയായ കൊളേ. ഞാൻ ഒന്നാമത് ഇവിടെ ചൂടായിട്ടേക്കാണ്. അച്ഛൻ ഇന്ന് കുളിക്കണ്ട. അപ്പൊ ഇന്നും തണുത്ത വെള്ളം തന്നെ അല്ലയോ? കൊള്ളാം. ദേ സമയം പൊയ്ക്കൊണ്ടിരിക്കുക. നാട്ടാടെ മുമ്പിൽ നാണം കെട്ടാം. ഞാൻ ഇനി പഞ്ചായത്ത് നിൽക്കില്ല. ഹലോ, ഓക്കെ അല്ലേ? ദേ സണ്ണി ലിയോണിന്റെ കാര്യം പറഞ്ഞ പോലെ ആവരുത്. ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അവളോട് പറയുള്ളൂ. ഓക്കെ ആണല്ലേ? അപ്പൊ ഓക്കെ ഓക്കെ ഇവിടെ ഓക്കെ. അതെ, സസ്പെൻസിലിരിക്കട്ടെ. വരുമ്പോ മാത്രം കണ്ടാ മതി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ നിങ്ങൾക്ക് റേഞ്ച് കിട്ടിയാ? എന്റെ നിനക്ക് വിശ്വാസമില്ല? ഇല്ല. ഓക്കേടാ, നമുക്ക് നോക്കാം. നീ എല്ലാം റെഡിക്കും. അനൗൺസ്മെന്റ് വേണ്ടി മൈക്ക് സാധനങ്ങളൊക്കെ സെറ്റപ്പ് റെഡിക്കും. ഒക്കെ റെഡിയാണ് മാഡം. ഈ സിറ്റുവേഷനിൽ പറയാമെന്ന് അറിയാൻ പാടില്ല. എന്താടാ? സണ്ണി ലിയോണെ കൊണ്ടുവരുന്നത് മോശമായി പോകും. എടാ ആളെ കിട്ടിയടാ. അത് അതൊക്കെ മേലെയായിരിക്കും. അതൊക്കെ മേലെന്ന് പറയുമ്പോ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യവതിയുടെ ബുദ്ധിയിൽ ഉദിച്ച വണ്ടിയുടെ ടയറൊന്ന് പൊട്ടിയാൽ മതിയായിരുന്നു അല്ലേ? എന്നെ രമേശി ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ ആ വണ്ടി ടയറിന് പോയി 4 അള്ളെങ്കിലും വെക്കാൻ നോക്കും. അള്ളു വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈയിടെ ഞാൻ എന്ത് ചെയ്താലും അവസാനം അബദ്ധത്തിലെ ചെന്ന് വീഴുന്നത്. ശരിയാ ഇല്ല, ഞാൻ കാണിച്ചു കൊടുത്തേനെ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ആ പദം കൂടി നാട്ടുകാർ കാണേണ്ടി വന്നി. എന്തായാലും പ്രസിഡന്റിന്റെ കൂടെയാണ്. താൻ പ്രസിഡന്റ് തലയിൽ വെച്ച് നടക്കും. അറിയാത്ത ഉള്ള ചൊറിയും ഇതെല്ലാം കൂടെ കൊണ്ടുപോകണം. അല്ല തുടച്ചിരിക്കുകയാണ്. ഇതാരാ ഇപ്പൊ ഇത് ചെയ്തു വെച്ചേക്കണത്?
ഇത് ആരടാ ചെയ്തത്? ഞാനാച്ചി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എടാ, നീ കണ്ണു പൊട്ടനാണോ അതോ നീ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? കണ്ണാണല്ലോ നിനക്ക്? ആണല്ലോ, കുഴപ്പമില്ല. എന്ത് ഞാൻ ഈ ചടങ്ങ് വെച്ചത് തന്നെ തെങ്ങി കേറിയിട്ട് തേങ്ങ ഇടാനാണ്. ചേച്ചി കയറി തേങ്ങ കേട്ടോ, കുഴപ്പമില്ല. നീ ഒന്ന് തെങ്ങിന്റെ മേലേക്ക് നോക്കിയേ. അതിനാ ആ വണ്ട് പോയ തെങ്ങിൽ ആരടാ തേങ്ങ ഇടണ? മണ്ടയിലല്ലേ? ഒരു കാര്യം ചെയ്തല്ല, നമുക്ക് 2 തേങ്ങാക്കൊല്ലാണ്ട് സെറ്റ് ചെയ്തല്ലോ മേളില്. മാങ്ങാത്തൊലി ശരി, തെങ്ങും മാങ്ങാത്തൊലി സെറ്റ് ചെയ്ത് ബോറായി കിട്ടാ, ബിഗ് വെച്ചോണ്ടിരിക്കും. അതാണ്. നീ പോയേ, നീ പോ. ഞാൻ പറഞ്ഞോളൂ, സൂപ്പറല്ലേ? എന്തൊരു സ്ഥലം കാണാൻ. അടിപൊളി. എന്ത് ചൂടല്ലേ? ഇതന്നെ നാരായണേട്ടാ, ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ? ഉള്ള കടി കംപ്ലീറ്റ് പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയില്ലേ? ആഹാ, അപ്പൊ നാട്ടുകാർക്കൊന്നും കഴിക്കണ്ടേ? പഞ്ചായത്തിൽ നിന്ന് ഉദ്ഘാടന പരിപാടിയല്ലേന്ന്? വലിയ വലിയ സിനിമാ താരങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പം ചായ കുടിച്ചോളി, കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടൂല, ഞാൻ അങ്ങോട്ട് പോകാൻ പോവാ. പോണോ? എന്താ നാരണേട്ടാ, ആണുങ്ങൾ ആരെങ്കിലും പോവോ ഈ പരിപാടിക്കൊക്കെ? തലക്കോല ഭ്രാന്തണ്ട്. ഞാനേ പുളിസിയും കാണാൻ പോവല്ല. അതെ, നിങ്ങളുടെ ഉത്സാഹം കണ്ടിട്ട് നിങ്ങൾ അത് തന്നെ പോണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതാണ്. നിന്റെ അമ്മ തെങ്ങി കയറുന്നുണ്ടോ? അമ്മ ഇന്ന് തെങ്ങേ കയറുന്നുണ്ടെങ്കിൽ ഞാനൊരു ലൈവ് പോകും മോനെ, വിത്ത് ടിക്ടോക്ക്. ലൈക്സിന്റെ ബഹളം ഇരിക്കും. നല്ല മോളാണല്ലോ. ഡേ വന്നേ. അമ്മ കണ്ടു, ഞാൻ എപ്പോഴും പറഞ്ഞതല്ലേ. അമ്മ അത് മിഥുൻ. ആ, അത് എനിക്കറിയാം മിഥുനാണെന്ന്. അത് ആരാന്ന് എനിക്കറിയോ? അറിയോ ആരാത്? ആണല്ലോ. എന്തിനു പിന്നെ അവൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് സംസാരിക്കാൻ നിൽക്കുന്നു? കണ്ടപ്പോ നിനക്ക് വേറെ ഒരു ജോലിയും ചെയ്യാനില്ലല്ലേ? അയ്യോ അച്ഛൻ വീഴല്ലേ? അതില്ലേ അമ്മേ, ഇവിടെ ഉദ്ഘാടനത്തിന് ഇർഷാദിക്കല്ലേ തന്നെ? അതെ. അപ്പൊ പുള്ളിയായിട്ട് എനിക്കൊരു ടിക്ടോക്ക് എടുക്കാനുള്ള സൗകര്യം നമുക്ക് വേറെ ഒന്നും എടുക്കണ്ടേ? അദ്ദേഹത്തിന് വിളിക്കാനായിട്ടില്ലേ അച്ഛൻ പോയിരിക്കുന്നത്? ആണോ? അപ്പൊ എന്നെ എന്തെങ്കിലും സഹായിക്കണ്ടേ കുട്ടി? എന്നാ ഞാൻ അവിടെ പോയി 2 ടിക്ടോക്ക് എടുക്കും. അതാണ് സഹായിക്കല്. നീ പോ ചെല്. ടിക്ടോക്ക് അവളുടെ. നാരായണൻ ചേട്ടാ, എന്താ UDC? UDC വിളിക്കില്ലേ ചേട്ടാ, എനിക്ക് നല്ലൊരു പേരില്ലേ, തിലോത്തമ. തിലോത്തമ എന്താ വേണ്ടത്? അതെ, ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് പെർഫ്യൂം മാറ്റി അടിച്ചതിന്റെ ഒരു ചേഞ്ച് ഒക്കെ കാണാനുണ്ട്. ആ ചേഞ്ച് അല്ല, ഇതിന് ചേഞ്ച് ഉണ്ടോന്നാ ചോദിച്ചേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് അവിടെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചേഞ്ച് കിട്ടും. ഇതിന് ഞാൻ ചേഞ്ച് തരും. അല്ല JCB, UDC സോറി, അല്ല UDC, ഈ പെണ്ണുങ്ങൾ തെങ്ങിക്കേറുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് UDCയുടെ അഭിപ്രായം എന്താ? അതൊക്കെ മുന്നേ വരേണ്ട കാര്യങ്ങളായിരുന്നു ചേട്ടാ. എന്തിന് ഇനിയിപ്പോ പെണ്ണുങ്ങളെ പിടിച്ച് തെങ്ങേ കയറ്റാത്ത കുഴപ്പമുള്ളൂ. അതെ, അവരും കേറട്ടെ. ഈ കമ്പ്യൂട്ടറും തയ്യലും പഠിച്ചുകൊണ്ട് നടന്നാ മതിയോ? സ്ത്രീ മുന്നേറ്റല്ലേ വേണ്ടത് നേതാവേ? ആ മുന്നേറ്റം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ചോദ്യം കറക്റ്റ് ആയിരുന്നു. അതെ, ഞാൻ ഒരു കാര്യം പറയാം. തറവാട്ടിൽ പിറന്ന ഒരു പെണ്ണും തെങ്ങേ കയറാൻ വരൂല. അതുകൊണ്ട് ഉറപ്പാണ് ഈ പരിപാടി പൊളിയും. പൊളിയൂല ചേട്ടാ, പൊളിയാ ഞങ്ങൾ സമ്മതിക്കൂല, അറിയോ? അതെ, കുറച്ച് ഒരുക്കങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഞാൻ ഇറങ്ങാം കേട്ടോ ചേട്ടാ. ചേഞ്ച് മറന്നുപോയി തിരക്കില്. ശരി ചേട്ടാ, പോയിട്ട് വരാം. ഹലോ, പോലെ ആ കുട്ടിച്ചാത്തന്റെ 3D ക്ലാസ് കൂടെ എടുത്തോണ്ട് പോ. അതുകൂടെ കൊണ്ടു. ശരി. നേതാവ് പോകുന്നില്ലേ? ആവോ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? കുരുത്തോല വാങ്ങി കെട്ടാനല്ലേ പറഞ്ഞത്? നീ എല്ലാം പ്ലാസ്റ്റിക് വാരി തൂക്കിയാല്? എടാ, പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ ഈ കഴുത്തിലും കാലും കിടക്കുന്നൊക്കെ പ്ലാസ്റ്റിക് അല്ലേ? അത് കഴുത്തിലും കാതിലൊക്കെ കിടക്കാം, പറമ്പിൽ കിടക്കാൻ പാടില്ല. എന്നാ പറമ്പിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് എടുത്ത് ചേച്ചിയുടെ കഴുത്തിലും കാതിലൂടെ. എന്റെ ഒരു ചോദ്യം. ചോദിക്ക്. കുരുത്തോല എവിടെ? കുരുത്തോല തെങ്ങിന്റെ മേളില്. അത് മേലേന്ന് താഴേക്ക് വരണം. അതിന് ആളില്ല. തെങ്ങേ കയറാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നേ. നീ ഇവിടെ ഇങ്ങനെ കിളിക്കി കൊണ്ടിരിക്കാതെ അവിടെ എങ്ങനെ കൊണ്ട് കെട്ടി തൂക്കും. നല്ല ശ്രദ്ധിച്ച് കിളിക്കാൻ പറ്റി കളിക്കാനുള്ള. അല്ല നാരായണേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആളുകൾ വന്നില്ലെങ്കിൽ ഈ പരിപാടി പൊളിയൂല്ലേ? പൊളിയിലെ ഇനാച്ചോ, പെണ്ണുങ്ങൾ തെങ്ങുമ്പം കയറാൻ തുടങ്ങി പറഞ്ഞാൽ തന്നെ അടുത്ത പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വാങ്ങി വരൂ. അതെ പ്രസിഡന്റെ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെന്ന് പറയാൻ നീ അത് പരിഹരിക്കാൻ നോക്ക്. അതിപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. എന്താ കാര്യം? ഇവിടെ തെങ്ങുകയറ്റത്തിന്റെ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ തെങ്ങേ മൊത്തം കരികോയിൽ ഒഴിക്കുന്ന അവന്മാര് പറയുന്നത്. ആര്? പ്രതിപക്ഷോ? പ്രതിപക്ഷമല്ല, പ്രതിപക്ഷം നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാലോ? കേവലം 4-3-7 പേര് ന്യൂനപക്ഷം മാത്രമുള്ള മറ്റവന്മാര്. എന്തോന്ന് വെച്ചാ അത്? എന്തായാലും ഉദ്ഘാടനത്തിന് അവര് കരിയോല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ കരിയോല്ലോ ഒഴിക്കുള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ല,
ഉദ്ഘാടനം മുമ്പ് കരികൾ ഒഴിക്കാൻ അവന്മാര് പറഞ്ഞത്. ഒന്നും ചെയ്യില്ല, നീ അതൊന്നും കാര്യമാക്കണ്ട. എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യ്. അവര് വരാൻ സമയമായി. നിങ്ങൾ ചെല്ല്, അവർക്ക് വരട്ടെ. അച്ഛാ ഇർഷാദ് ഇപ്പൊ വരും, ഉഷാറായിട്ട് ചാടി ചാടി നിക്ക്. അല്ല ഇർഷാദ് വരുമ്പോ ഞാൻ എന്തിനാണ് ഇർഷാദിന്റെ മുമ്പ് ചാടി ചാടി നിൽക്കുന്നത്? ഇർഷാദിന്റെ മുമ്പിൽ ചാടാനല്ല പറഞ്ഞത്, ഉഷാറായിട്ട് ചാടാൻ. വരട്ടെ, ഇർഷാദ് വരട്ടെ. എന്തായാലും ഉഷാറായിട്ട് നിന്നാ പോരായോ? മനസ്സിലായി. കൈ തരൂ. പ്രസിഡന്റ്, വരൂ. ഞാൻ ഈ അഹങ്കാരം ഒരു വെക്കണം. വെച്ചോളൂ. അതല്ലേ നല്ല വൃത്തിയിടമാറി കിട്ടിയെന്നല്ലേ പറയുന്നില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പഞ്ചവടി ഗ്രാമത്തിലെ നിവാസികളെ, നമ്മളേവരും ആഗ്രഹിച്ചതുപോലെ, ആകാംക്ഷയോടെ കാത്തിരുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ നമ്മുടെ പഞ്ചായത്തിന് തെങ്ങ് കയറ്റം, അതിനെ ആണ്. അപ്പം നമ്മൾ പുരുഷന്മാരോടൊപ്പം നിൽക്കണമെന്നാണല്ലോ വൈപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഞങ്ങൾ ഒന്ന് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന്റെ ഒരു പദ്ധതിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെ, ഒരുപാട് പുരോഗമനം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അതിനെ കാണാൻ നല്ല പുരോഗമനം. അയ്യോ അങ്ങനെയൊന്നുമില്ല. നല്ല കോമഡി അറിയാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സാർ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത് തന്നെ. ശാസ്ത്രീകരണമല്ല, ശാസ്ത്രീകരണമല്ല, ശാക്തീകരണം. ശാക്തീകരണം. അപ്പൊ അതിനൊക്കെ വേണ്ടി അത് തെങ്ങില് കയറുന്ന ഒരു മെഷീൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകളും കയറണം. സ്ത്രീകളാണ് കയറേണ്ടത്, അവരാണ് കയറേണ്ടത്. അവരിങ്ങനെ പറഞ്ഞ ഉയരങ്ങളിലേക്ക് എത്തുക. എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. മാഡം കയറും. അല്ല മാഡം, പഞ്ചായത്തിന് അഭിമാനമായ മാഡം കയറി കാണിച്ചു കൊടുക്കൂ. സ്ത്രീ ശാക്തീകരണമല്ലേ ഉദ്ദേശിച്ചത്? അല്ല കറക്റ്റ്. പ്രതിപക്ഷ നേതാവിന് എന്താ പറയാ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അത് കറക്റ്റ്. സാറ് പറഞ്ഞതിനോട് ഞാൻ 100 പ്രാവശ്യം തെങ്ങ് കാണിച്ചു തരാം. സാർ ആ മെഷീൻ തെങ്ങ് എനിക്കറിയാം. കേരം തെങ്ങും കേരള നാട്ടില് തെങ്ങിനെ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. തെങ്ങ് എനിക്കറിയാം. പിന്നെ മെഷീൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മേഡം അതൊന്ന് കേറി കാണിച്ചു. ഞാൻ ഈ സാരിയിലൊക്കെ പ്രശ്നമല്ല. സാധാരണ ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ ദീപം തെളിയിച്ച് നമ്മൾ ഉദ്ഘാടനം പോകും. ഇവിടെ പിന്നെ അത്തരം ഒരു സൗകര്യങ്ങളൊന്നുമില്ല. ആകെ കൂടെ സാറിനെ വിളിച്ചത് തന്നെ ഈ ഒരു മെഷീനിൽ സാർ ഒന്ന് കയറി കാണിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചല്ലേ, ഇതിന്റെ ഒരു ടാഗ് ലൈൻ അതായിപ്പോയി. അതാ സ്ത്രീ ശാക്തീകരണം എന്നാണ്. അപ്പൊ ഞാൻ കേറിയിട്ട് അത് മോശമാവും. സ്ത്രീകൾ കയറി, അത് നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ മാഡം തന്നെ കയറുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പരിപാടി പിന്നെ നടത്താം. പിന്നെ പിന്നെ ഒരു മിനിറ്റ്, നിങ്ങൾ കയറണ്ട. വൈഫ് ഉണ്ടോ വീട്ടില്? ഒന്ന് വീട്ടിലും ഒന്ന് വെളിയിലും. വേണ്ട, കേറണ്ട. അപ്പൊ ഔപചാരികമായ ഉദ്ഘാടനം കേറാതെ നിർവഹിച്ചിരിക്കുന്നു. പോരെ, മതി. സാറൊന്ന് തൊട്ടു വീഴും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും അല്ലെ ഒരു സ്ത്രീയെ തന്നെ ഒന്ന് ചെയ്യണം. അപ്പോ ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു, പങ്കുവെക്കുന്നു. പോണല്ലേ? ഭയങ്കര സന്തോഷം. ആരെങ്കിലും കേറുന്നു അത്യാവശ്യം ഉണ്ടോ സാറിന്? ഇവര് കേറുമായിരിക്കും അല്ലേ? ഭാര്യയാണ് സാർ. അല്ല, പെണ്ണ് കെട്ടിയില്ല. ഞാൻ കെട്ടിയിട്ടില്ല. അവര് നിങ്ങളെ കെട്ടി. ശരി, എന്തായാലും സന്തോഷം. ഞാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ വരണ്ടേ? വേണ്ട, ഞാൻ വരണ്ടേ. നിങ്ങൾ ആരാണ് തെങ്ങ കയറ്റാൻ പോണെന്ന് ഞങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് സിനിമ നടൻ കാണാൻ പറ്റിയില്ലേ? ആരെങ്കിലും തെങ്ങ കേറ്റൂല തെങ്ങ ഞങ്ങൾ കേറ്റൂല തെങ്ങ ഞങ്ങൾ കേറ്റൂല. കേറ്റും ഞങ്ങൾ
പെണ്ണുങ്ങളെ ഞങ്ങൾ കെട്ടും, ഞങ്ങൾ തെങ്ങിൽ കെട്ടും, തെങ്ങിൽ കെട്ടും, സ്ത്രീകളെ ഞങ്ങൾ കെട്ടും, ഞങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളെ കയറ്റുവാണെങ്കിൽ പ്രസിഡന്റ് ആദ്യം കയറ്റ്. അതല്ല ഉത്തരം മുട്ടുമ്പോ കുഞ്ഞനം കാത്തുന്നു. നിങ്ങൾ അത് ഇത് ഡയലോഗ് പറയണ്ട. ആരെ തെങ്ങ കയറാൻ പോണെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. ആര് കയറും? എന്താണ് സ്ത്രീ ശാസ്ത്രീകരണോ? എന്താണ് അത്? പ്രസിഡന്റ് പറഞ്ഞ് ഉളവായി പോയി. അതാ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഞങ്ങളെ കാണിച്ചിട്ട് നിങ്ങളൊന്നും സമാധാനത്തിൽ എന്തായാലും പറയണേ, നാക്ക് വടിച്ചിട്ട് പറയണം. പെണ്ണുങ്ങൾ നാശങ്ങളൊന്നും വന്നതുമില്ല, അല്ലെങ്കിൽ എല്ലാം വരുമെന്ന് പറഞ്ഞതാണ്. അതല്ലേ ചുമ്മാ ഇരിക്കാച്ച. മോളെങ്ങോട്ട് മോളിങ് വാ. പൊളിഞ്ഞോ? ഒന്ന് ചുമ്മാ ഇരിക്കാൻ എന്തെങ്കിലും തരണോ നിങ്ങൾക്ക്? മോനെ നീ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നു. അമ്മയെ നാണം കെടുത്താതെ നീ ഒന്ന് കേറി ഒന്ന് പോയമ്മ. പിന്നെ ഞാനിവിടെ ആകെ ഒരു സാറിന്റെ ഒപ്പം ഒരു ടിക്ടോക്ക് നീ വീട്ടിൽ വാ. വീട്ടിൽ വരുമ്പോ ശരിയായിട്ട് ആശുപത്രി കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. പറഞ്ഞേ കൊച്ചു കുഞ്ഞിനെ തെങ്ങ കയറ്റി. നീ മുമ്പ് ആവശ്യമില്ലായിരിക്കണം ഞാൻ പറഞ്ഞേ. മോളെ അതല്ലേ എന്തുവാ ഞാനോ? എനിക്ക് നടുവുളിക്ക് ഇരിക്കാം, അല്ലേ ഞാൻ കയറിയാലേ. അറിയാം ഇതങ്ങാണോ വല്ലോ തെങ്ങ് കയറ്റം വന്നോ? 1990 നിങ്ങൾ ആരെങ്കിലും ഒന്ന് തീരുമാനിക്കും. സംഭവം ലാഗായി തുടങ്ങി. സംഭവം പ്രസിഡന്റ് പറഞ്ഞാണ് കയറ്റണം. ആരും കയറ്റിയ മകളെ എങ്ങനെയും കയറ്റി. നിങ്ങൾ സമാധാനപ്പെട്ട് ഞാൻ കയറ്റും. ബഹളം വെക്കാം, ഞങ്ങൾ തീരുമാനിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. പെണ്ണ് കയറിയില്ലെങ്കിൽ പ്രസിഡന്റ് രാജിവെച്ച അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോ. തീരുമാനിച്ചങ്ങനെ ശരിയാണ്. ഇനിയിപ്പോ ആര് കേറും? ഞാൻ കേറാം. എന്റെ തിലോത്തമേ കൊള്ളാം നീ. കയറാൻ പോണോ? തെങ്ങ കയറാൻ പോണോ? വഴുക്കുണ്ട്. കൈതാ കൈ തന്നെ തല കുത്തിയത്. തെങ്ങിന്റെ പോഞ്ഞാട്ടൊക്കെ തല കുത്തി. അറിഞ്ഞൂടെങ്ങനെ എങ്ങനെയെങ്കിലും നീ വലിഞ്ഞു കയറിക്കോളൂ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, സത്യവതി സിന്ദാബാദ്. നമ്മുടെ പ്രസിഡന്റ് സിന്ദാബാദ്. ജയിച്ചേ വിജയിപ്പിച്ചേ. ഇവിടുന്ന് ശബ്ദം കേൾക്കണം. പേടിക്കണ്ട പോലെ ഞങ്ങളുണ്ട്. ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ലേ നാട്ടിൽ തെങ്ങേക്കാരൻ ആളില്ലാത്തോണ്ടാ ഒരു പെണ്ണിനെ വിളിച്ച് വരുത്തിയത്. ഒരു പെണ്ണ് വന്ന് തെങ്ങേ കയറിപ്പം എല്ലാരും കൂടെ തെങ്ങേ കയറണം. അങ്ങനെ ഇപ്പൊ കയറണ്ട. അറിയില്ലേ? അറിയില്ല. വേണ്ട ആരും കയറണ്ട കേട്ടോ. തിലോത്തമേ വേണ്ട 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 വേണ്ട, അവന്മാരെ നിങ്ങൾ കയറ്റി വിടണ്ട. അതിലും ഭേദം ഞാൻ ഇവിടെ നിന്ന് ചാവണതാ. ഞാൻ പോയി തേങ്ങിട്ടെ.
അതിനാകൊണ്ടെങ്കിൽ പറഞ്ഞു പോട്ടെ. അച്ഛാ ബോധം പോയിട്ടുണ്ടോ? ബോധമുള്ളവനല്ലേ ബോധം പോകും, അവനതില്ല. മോള് വിഷമിക്കണ്ട. എന്തായാലും ഒരു ശല്യം പോയി കിട്ടി. അവന്റെ ബോധവും പോയി, നമ്മുടെ ചടങ്ങ് വളരെ മനോഹരമായി നടക്കുകയും ചെയ്തു. ഇങ്ങോട്ട് ഇറങ്ങടി. Yeah.